ഞാനിപ്പോൾ ഇത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ്. ഇവിടെ റോഡ് സൈഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകളെല്ലാം ഇവിടെ നിന്ന് പൊളിച്ചു നീക്കം ചെയ്യണമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നിലവിൽ 52ഓളം കടകളാണ് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തട്ടുകടകളായാലും അല്ലാതെയുമുള്ള കടകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഒരാഴ്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്ന് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പുണ്ടായിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കട പൊളിച്ചു നീക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ആ പേപ്പർ വന്നിന് 24 മണിക്കൂറിനുള്ളിൽ മാറണം എന്നാ പറഞ്ഞത്. അത് പിന്നെ ഇപ്പൊ ഒരു 7 ദിവസത്തേക്ക് തന്നിട്ടുണ്ട്. 7 ദിവസം കൂടി നീട്ടി തന്നിട്ടുണ്ട്. 7 ദിവസം നീട്ടി തന്നിട്ടുണ്ട്. ഞങ്ങള് ഇവിടെ നാട്ടുകാരനാണ്. ഇവിടെ ഞങ്ങൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ പ്രവാസികളാണ്. ഞങ്ങൾ അവിടെ എല്ലാം വിട്ടിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യാനാണ്? കട തുടങ്ങിയിട്ട് ഞങ്ങൾ 7 കൊല്ലം കഴിഞ്ഞു. പ്രവാസ ജീവിതം എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചാൽ അതൊന്നും നടക്കുന്നില്ല. ഞങ്ങളൊന്നുമില്ല, ഈ നാട്ടുകാരല്ലേ, പുറത്തുനിന്ന് വന്ന ആൾക്കാരൊന്നും അല്ലല്ലോ, എല്ലാം ചുറ്റുപാടുള്ള ആൾക്കാർ. അവിടെയൊക്കെ കുറേ ആൾക്കാർ അവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെല്ലാം ഒഴിച്ചോട്ടെ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങളേക്ക് എന്തിനാ പറയാം? ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാസികളാണ്. പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. എന്ത് ചെയ്യാനാണ്? പല ഓരോരോ പ്രശ്നങ്ങളില്ല, എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോരോ പ്രശ്നങ്ങൾ. ഈ പയ്യാമ്പലം ബീച്ച് റോഡിൽ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസിനും ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയ രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ തടസ്സമുണ്ടാകുന്നു എന്നുള്ള ഒരു കാരണത്താലാണ് ഇത്തരത്തിലൊരു നടപടിയായിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. നോട്ടീസൊക്കെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് നോട്ടീസൊക്കെ വന്നിട്ടുണ്ടല്ലേ? എപ്പായിരുന്നു വന്നത്? ഇന്നലെ വൈകുന്നേരം 3 മണിക്കാണ് നോട്ടീസൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ 35-36 ആൾക്ക് വരെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നോട്ടീസ് ഇന്ന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇത് എടുത്തു മാറ്റിയാൽ വേറെ ഇതിനൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ, കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ 11 വർഷമായി ഇവിടെ കട നടത്തുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഒരു ബദൽ സംവിധാനമായിട്ട് അകത്തോ എവിടെയെങ്കിലും എവിടെയെങ്കിലും ബീച്ചിൻ്റെ അകത്തോ പുറത്തോ ആയിട്ട് എവിടെയെങ്കിലും ആയിട്ട് ഒരു ഇത് തരാനുള്ള കഴിയില്ല. സ്ഥലം തരാതെ നമ്മളിത് എടുത്തിട്ട് എവിടെ പോകാനാണ്? കോർപ്പറേഷൻ ഉന്നയിക്കുന്ന ഒരു ഗതാഗത തടസ്സം കടകാരന് ഉണ്ടാവുന്നുണ്ടോ? അതങ്ങനെ കടകാരനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതുവരെക്കും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളായിരിക്കും, ഒരു ബുദ്ധിമുട്ടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ വാഹനങ്ങളെല്ലാം തോന്നിയ പോലെയുള്ള പാർക്കിങ്ങും കാര്യം റോഡിന്റെ നടുക്കിട്ടിട്ട് പോകുന്നതുകൊണ്ടുള്ള ബ്ലോക്ക് അല്ലാതെ വേറെ വിധത്തിൽ കടകളെ കൊണ്ടൊന്നും ഇതുവരെക്കും ആയിരിക്കും ബുദ്ധിമുട്ടോ ബ്ലോക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് നടപടി ഇനി സ്വീകരിക്കാൻ പോകുന്നത്? ഇപ്പം നമ്മൾ മേയറോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്താണെന്നുള്ളത് നോക്കിയിട്ട്, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാർട്ടി ആയിട്ടുള്ളതെല്ലാം നോക്കിയിട്ട് എന്താണെന്നുള്ളത് ഒരു തീരുമാനം എടുക്കും. അതൊന്നും തീരുമാനം ആയിട്ടില്ല ഇതുവരെക്കും. ഇപ്പം നോട്ടീസ് കയ്യിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ വേറെ എന്ത് ജീവിതമാർഗ്ഗമാണ് ഉള്ളത്? വേറെ ജീവിതമാർഗ്ഗം ഒന്നുമില്ല. 11 വർഷമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ കാലിനൊക്കെ നല്ല സുഖമില്ലാത്ത ആളാണ്. കാലിനൊക്കെ വേദനയും കാര്യമില്ലാണ്. വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ ഇതന്നെയാണ് എൻ്റെ ഉപജീവന മാർഗം. അതുപോലെ എൻ്റെ ഒരു മോഹൻ എന്ന് വെച്ചാൽ ഭിന്നശേഷിയുള്ളൊരു കുട്ടിയാണ്. അവനെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പടാപ്പാട് പെടുന്നു. ഒരു ദിവസം പോലും ലീവാക്കിയിട്ടില്ല. ഒരു ദിവസം പോലും ലീവാക്കാതെ ഞാൻ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും ഇതും കൊണ്ടാണ്. നമുക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇതിപ്പം പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം വളരെ ബുദ്ധിമുട്ടിലായിപ്പോവും. അതുകൊണ്ട് നമുക്കതിൽ ബദൽ സംവിധാനമായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇടം, ഒരു സ്ഥലം നിങ്ങൾ നിശ്ചയിച്ചിട്ട് തരാൻ വേണ്ടിയിട്ട്. വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലൊക്കെ പയ്യാമ്പലം ബീച്ചിൽ വരുന്നവർക്കറിയാം, ഈ സൈഡിൽ നിൽക്കുന്ന, ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന തട്ടുകടകളുടെ ലൈറ്റൊക്കെ കണ്ട് ഈ വാക്ക് വേയിലൂടെ കടലയൊക്കെ കഴിച്ച് ആസ്വദിച്ച് വരുന്ന ഒരു സമയമാണ് ഈ വൈകുന്നേരങ്ങളിലും രാത്രികളിലും. ഇവിടുത്തെ ലൈറ്റൊക്കെ കാണാനും ഇതിലെ കൂടെ നടക്കാനും ഒക്കെയാണ് പലരും ഈ വൈകുന്നേരങ്ങളിൽ ഈ പയ്യാമ്പലം ബീച്ചിലെത്തുന്നത്. അപ്പം ആ ഒരു സായാഹ്ന കാഴ്ച, ആ ഒരു മനോഹര കാഴ്ച കൂടി ഈ കടകൾ ഒഴിവാക്കുമ്പോൾ, കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഈ കടകൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് നഷ്ടമാവും എന്നത് നമ്മൾ കുറച്ച് സങ്കടത്തോടെ നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ പകർച്ചവ്യാധി ഭീഷണി, ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കടകൾ ഇവരെ ഒഴിവാക്കാനുള്ള ശ്രമം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. കടകളൊക്കെ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ആ മാറ്റാൻ ഒരുക്കമാണോ? ഒരുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മാറുക? ഞങ്ങൾ കുറെ കൊല്ലമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതല്ലേ. ഞങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ വാടക വീട്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ കുട്ടീനെ വളർത്താനും ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് സ്കൂള് ചിലവ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കണമെങ്കിൽ ഈ ഒരു കച്ചവടത്തിലല്ലേ വേണ്ടത്. ഞങ്ങൾക്ക് അവരൊരു മാർഗം കാണിച്ചിട്ടെ. ഞങ്ങൾക്ക് ഉള്ളിൽ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉള്ളിൽ വെച്ച് ചെയ്യാനും റെഡിയാണ്. ഞങ്ങളെ ഇപ്പോൾ വഴിയാധാരം ആക്കാണ്ട് നോക്കണം അവർ. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പം വേറെ ഒരു ഇതില്ല. ഇതാണ് ഞങ്ങളെ ജീവിത മാർഗം. വൈകുന്നേരം തുടങ്ങുന്നത് 3 മണിക്ക് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അധികം കൊണ്ടുവരില്ല, ലിമിറ്റിന് കൊണ്ടുവരും. കച്ചവടം കഴിഞ്ഞത് ഒരു 9
9:30-9:30 ഇവിടെ നിന്ന് പോവും ഞങ്ങൾ. അപ്പൊ ഒരു ദിവസം നല്ല വരുമാനം തന്നെ കിട്ടുന്നുണ്ട്? എല്ലാ ദിവസവും ഒന്നുമില്ല. സത്യം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അധികവും സൺഡേ മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഇപ്പോൾ സാറ്റർഡേ കുറച്ച് ഇപ്പോൾ കൊട്ടിയൂരിൻ്റെ ഇത് സീസൺ ആയപ്പോൾ സൺഡേ മഴയില്ലാത്തത് കൊണ്ട് കുറച്ച് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കച്ചവടം. ഇല്ലെങ്കിൽ ഈ മഴക്കാലത്ത് ഞങ്ങളിങ്ങനെ തുറക്കാനേ പറ്റില്ല, മഴയല്ല ഈ സമയത്തല്ലോ, തുറക്കാനേ ഇല്ല. നമ്മളിങ്ങനെ തട്ടിമുട്ടിയും പോകുന്നുണ്ട്. ഇതിൽ ഒരു ജീവിത മാർഗമാണ് തടസ്സപ്പെടാൻ പോകുന്നത് അല്ലേ? ഭയങ്കര തടസ്സാന്ന്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വാടക കൊടുക്കണം, ഇതിപ്പോൾ എവിടെ കൊണ്ടുപോയി ഇടണ്ടേന്ന് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് ഞങ്ങൾ. ഇവിടെ 2-3 ആൾക്കാർ ഐസ്ക്രീം ഒക്കെ വാങ്ങുന്നുണ്ട്. ചേച്ചി, ഈ കട അടച്ചു പൂട്ടാൻ പോവാ ഈ റോഡ് സൈഡിലുള്ള പയ്യാമ്പലം ബീച്ചിൽ സ്ഥിരം വരുന്ന ആളാണോ? ഇല്ല, എപ്പെങ്കിലും വരുള്ളൂ. എപ്പോഴെങ്കിലും വരുന്നുണ്ട്. ഇവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങി പോന്നെയാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, കഴിക്കാൻ കുറിക്കാനൊന്നും വാങ്ങിക്കലില്ല. കടല അങ്ങനെ മാത്രം. അപ്പൊ ഇതെല്ലാം ഇവിടുന്ന് ഒഴിവാക്കാൻ പോന്ന. അപ്പൊ വിഷമമുണ്ടോ നടന്നു പോകുമ്പോ? ഇങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. എത്ര വർഷമായി ഇവിടെ കട നടത്തുന്നത്? 8 വർഷങ്ങളായി. നടപടി അതെ, നടപടിയുണ്ട്. ഇങ്ങനെ നോട്ടീസ് ഇന്നലെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇതുവരെ നമുക്കൊരു സ്റ്റാൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിന്നത്. അപ്പോൾ ഇത് അടുത്ത ഭരണം മാറി, പിന്നെ ഇപ്പം പുതിയ മേയർ വന്ന് അതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടി വന്നത്. ഇതുവരെ എൻ്റെ ഒരു മാർഗം ചെയ്ത് തന്നിട്ട് എടുക്കാൻ പറഞ്ഞ സ്ഥലമല്ല. അപ്പോൾ അതൊന്നും ചെയ്യാണ്ടാണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ എടുക്കണമെന്ന് പറഞ്ഞാന്നുള്ളത്. അപ്പം അതിനിപ്പോൾ അത് ഇന്നലെ കിട്ടിയത്. അതിൽ 24 മണിക്കൂറിനുള്ളിൽ എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യാന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുന്നു. നമ്മളാകെയുള്ള ജീവിത മാർഗ്ഗമാണിത്. അപ്പം എന്നാ ചെയ്യാന്ന് ഇപ്പം ഇങ്ങനെ എല്ലാം കൂടി ആലോചിച്ചിട്ട് ഇപ്പം എന്തൊക്കെയോ എല്ലാരും ഇവിടെ കടക്കാരുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാ? കടക്കാരെല്ലാവരും അവർക്ക് ഇങ്ങനെ വേറെ സ്റ്റാൾ തരാമെന്ന് പറയുന്നല്ലാണ്ട് ഒന്നും വാക്കോട് പറയുന്നല്ലാണ്ട് ഒന്നും നിയമപരമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. എന്തെങ്കിലും ഉറപ്പ് നമുക്ക് കിട്ടണ്ടേ അങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ? അത് തന്നെ ഉണ്ടായത്. അതിനെ പറഞ്ഞ് ഇവര് സ്റ്റാൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം കുറച്ചാൾക്ക് പാസ്സാക്കിയിട്ടുണ്ട്, കുറച്ചാൾക്കും കൂടി പാസ്സാക്കി തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത് എടുക്കാൻ വേണ്ടി പറയുക. ഇപ്പോൾ കോഴിക്കോടെല്ലാം കാണില്ല ഫുഡൊക്കെ ആക്കി കൊടുത്തിട്ട്, അതുപോലെ ഇവിടെ ആക്കി തരുമെന്ന് പറഞ്ഞത്. ഇതുവരെ അതിൻ്റെ നടപടിയൊന്നും ഇതായില്ല. അതുകൊണ്ടുള്ളൊരു വിഷമമുണ്ട്. പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നമ്മളെ ജീവിത മാർഗ്ഗമല്ല. നിങ്ങൾക്ക് ഇട്ട് തന്നതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറാനോ? അതെ, നമ്മൾ മുട്ടതിന് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് മാറ്റമല്ലോ, നമുക്ക് ഇവിടെ ചെയ്യാമല്ലോ. അതാണ് നമ്മളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, അവർ തരാമെന്ന് പറഞ്ഞു. അപ്പം എന്നാ ചെയ്യാം. അപ്പം അവരെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. वो नोटिस जो दिया हमको तो मालूम नहीं है ना। नोटिस दिया, लेकिन दिया बोला 24 घंटे का इधर हटाने के लिए बोला। हम लोग हटा के किधर जाएगा? किधर जाने का हम लोग को? वो रास्ता दिखाओ पहले, ये बैठने का जगह दिखाओ तब जाएगा ना। किधर जाने का हम लोग को? वो लोग बोलते हैं गाड़ी हटाओ, हटाएगा कि वो लोग को तो खाना पीना बड़ा आदमी है, पैसा वाला है। हम लोग को पैसा वाला नहीं है ना, हम लोग किधर जाने का? बोलना चाहिए ना, जो तुम लोग इधर से हटा के दूसरा जगह रखो, ये तो रास्ता दिखाएगा ना। उसका कोई रास्ता नहीं है, हटाओ, किधर हटाने का? ये गाड़ी जो उठा के हम लोग रखेगा, वो रखने का जगह भी नहीं है ना। ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം കടകളാണെന്നാണ് ആരോപണം. പക്ഷെ അത് കടകൾ മാത്രമല്ല, നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ പുറകിലായിട്ട് ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. അനധികൃതമായിട്ട് ഇരുചക്ര വാഹനങ്ങളും ഒക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരു കോർപ്പറേഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. വാഹന പാർക്കിങ്ങിന് പ്രത്യേകിച്ച് ഒരു സ്ഥലം കണ്ടെത്തി കോർപ്പറേഷൻ നൽകണം. എന്നാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇവിടെയുള്ള ബ്ലോക്കുകൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു തീയാണ്, ഇത് കട അടച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കട അടക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ വരുമാനം തന്നെയാണ് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ഇവർക്ക് ശാശ്വതമായൊരു പരിഹാരം നൽകിക്കൊണ്ട് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവർക്ക് കോർപ്പറേഷനോട് പറയാനുള്ളത്. ക്യാമറാമാൻ അജേഷ് അരിയരിക്കൊപ്പം ശില്പ ശശിൻ്റെ പ്രൈം 21.